ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5 രൂപത്തിലുള്ള ശഫാഅത്ത്. ഒരു ശഫാഅത്ത് എല്ലാ അള്ളാഹുവിന്റെ അടിമകളാകുന്ന എല്ലാവർക്കും ബാധകമാകുന്ന ഒരു ശഫാഅത്ത്. അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ നല്ലവനെന്നോ തമ്മാടിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ശഫാഅത്താണ്. അതാണ് ശഫാഅത്തുൽ ഉദുമ, അൽ മഖാമുൽ മഹ്മൂദ് ഒക്കെ പറയും. രണ്ടാമത്തെ ശഫാഅത്ത്, ഈ ശഫാഅത്തിന്റെ വിഷയം എങ്ങനെ വന്നതാണിപ്പോ? ശഫാഅത്തിന്റെ വിഷയം എങ്ങനെ വന്നിപ്പോ ഓർമ്മയില്ല? അല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. സ്വലാത്ത് കൊണ്ട് പല രൂപത്തിലുള്ള നേട്ടങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട 2 നേട്ടം. ഒന്ന് ഞങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയാൽ അസ്സലാത്തു മിനല്ലാഹിൽ ജലീൽ, ജലീലായ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലും. രണ്ടാമത്തത് അശ്ശഫാഅത്തു മിനർ റസൂലിൽ കരീം, കരീമായ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ശഫാഅത്ത് 5 നിരക്കുണ്ട്. അതിലൊന്നാണ് ഇവ പറഞ്ഞത്. രണ്ടാമത്തെ ശഫാഅത്ത് ഏതാണ്? അത് ഒരുപാട് ആളുകളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിസാബില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് അയക്കും എന്നതാണ്. ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ കോടാനുകോടി അവിടുത്തെ ഉമ്മത്തീങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ കൊണ്ട് അള്ളാഹു തആല സ്വർഗത്തിലേക്ക് അയക്കും എന്നതാണ്. ഈ ശഫാഅത്തുൽ ഉദുമ കഴിഞ്ഞാലാണ് പിന്നെ ഹിസാബ് തുടങ്ങുന്നത്. ചോദ്യം തന്നെ, ചോദ്യമില്ലാതെ, ചോദ്യം ഉറപ്പാണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അപ്പൊ എന്താ പറയുന്നത്? ഒരു ദുആ നടത്തലുണ്ടാണ് അല്ലെ? വരമാന്മാർ പറഞ്ഞത് അവനെയും ഒരു ദുആ, നമ്മുടെ ഹിസാബ് നീ എളുപ്പമാക്കണേ. വരമാന്മാർ പറഞ്ഞത് എളുപ്പമാക്കാൻ കടത്തു, ഹിസാബെല്ലാം എടുക്കേണ്ടതാണ്. കാരണം അള്ളാഹിന്റെ മുന്നിൽ നിന്നാല്, ചോദ്യത്തിന് വേണ്ടി നിന്നാല് പിന്നെ കുടുങ്ങി. നമ്മളെ എടുത്ത പോലെ അല്ല. ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓഫീസിന് പണി കിട്ടാന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇന്റർവ്യൂ ഉണ്ടാവും, ഇന്റർവ്യൂ അല്ലെ, ഗൾഫിൽ പോകുന്ന ആൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ഇവിടുത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് രാവിലെ കിട്ടിയാൽ കുടുങ്ങി. രാവിലെ ഇന്റർവ്യൂ കിട്ടിയാൽ, ഫസ്റ്റ് കിട്ടിയാൽ കുടുങ്ങി. കാരണം അയാൾക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ചോദ്യം ചോദ്യം അല്ലെ. പിന്നെ അസൽ ഓഫീസ് കൂട്ടാനാകുമ്പോൾ കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ലെ. ചെറിയ സിമ്പിളാ. ഇപ്പോ നമ്മുടെ ദുനിയാവിന്റെ ഇന്റർവ്യൂ അങ്ങനെയാണ്. ആദ്യം കിട്ടിയാൽ കുടുങ്ങി, പിന്നെ ലാസ്റ്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. കാരണം അയാൾക്ക് ചോദ്യം ഭയങ്കര കുറവായിരിക്കും. കാരണം ഓഫീസർമാർക്ക് പോകാനായി. അപ്പൊ പിന്നെ പെട്ടെന്ന് കുറച്ച് സിമ്പിൾ ആക്കിയിട്ട് വിടും. പക്ഷെ അള്ളാന്റെ കോടതി അങ്ങനെയല്ല. പോകാനൊന്നുമില്ലല്ലോ, ഇവിടെ പോകാനൊന്നും ഇല്ലല്ലോ, തിരക്കില്ലല്ലോ. ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്, എത്ര വലിയതാണ്, എത്ര ദൈർഘ്യമുള്ള ദിവസങ്ങളാണ്. ഖുർആൻ പറഞ്ഞു 50,000 വർഷം. ഇവിടുത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാവും അവിടുത്തെ 24 മണിക്കൂർ. ഒരു ദിവസം, ഇവിടുത്തെ ഒരു ദിവസം. പിന്നെന്താ തിരക്ക്, എത്ര ചോദിക്കാറുണ്ട്. മഹാന്മാർ പറഞ്ഞു, പഠിച്ചോനെ നമ്മളാണ് ഹിസാബിനെ നിത്തണ്ടേ അല്ലാ. കാരണം ആദ്യം ഇവിടെ ഹിസാബിന് വേണ്ടി കൊണ്ടുവരുന്നത് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ആദ്യം ഹിസാബ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാനാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാമിനെ 200 കൊല്ലം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിയായിൽ പറഞ്ഞത് കാണാം. 200 കൊല്ലം ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഹിസാബ് ചെയ്യുന്നതാണ്. ഈസാ നബി ഇവിടെ എത്ര ജീവിച്ചു? 30 ഇതിന്റെ ഇടയിൽ അള്ളാഹു ഉയർത്തിയ ആളാണ് അല്ലെ. അയാൾക്ക് അതേ വയസ്സിലാണ് ഇപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. കാരണം ഇവിടുത്തെ ദിവസം അവിടുത്തെ ദിവസം ഒരുപോലൊന്നുമല്ല. നമ്മളല്ല സൂര്യന്റെ അടിയിലുള്ളവരാണ്. നമുക്കാണ് ഇവിടെ ദിവസവും മണിക്കൂറും അല്ലെ. ഞമ്മ ഇവിടുത്തെ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് അപ്പുറം പോയാൽ നമ്മൾ കാണുന്നില്ലേ, ഈ ചന്ദ്രലോകത്തിന് പോയ ആളുകൾ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കളിക്കുന്നതും അവരോട് ഞമ്മൾ വെച്ചാൽ അങ്ങനെ ബാക്കി താഴ്ക്കുന്ന വീതിയില്ല. ഞമ്മളുടെ മൊബൈൽ കിട്ടാൻ പോയി. ഇപ്പോൾ കണക്കൊന്നുമില്ല. താഴെ വീണ 2 ലക്ഷം കണ്ട മൊബൈൽ പോയി. ആടെ താഴെ വീഴാനെന്തില്ല, അവിടെ ചന്ദ്രലോകത്തില് സൂര്യന്റെ ഇടയില് അല്ലെ. ഒരു ആപ്പിൾ ഇങ്ങനെ വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാവും. ഒരിങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ കാണാമത്തൊന്നും അല്ലത്. നമ്മള് വീടങ്ങനെ ഒരാൾ നിന്ന് ഇപ്പൊ ഞാനിപ്പോ ഭൂമി തട്ടാതെ ഇങ്ങനെ നിന്നെങ്കിൽ ഒപ്പം നമ്മുടെ കത്തിയിൽ എന്ത് കാമത്തിലാണ് പറയുന്നത്. ഭയങ്കര ബഹുമാനം പറയും. നമ്മുടെ ഈ ഭൂമിന്റെ അവസ്ഥയാണ്. കുറച്ച് മുകളിലെത്തിയാലല്ല ആകെയാണ് ചേഞ്ചാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി തങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കണേ, വരുമ്പോ ഈസാ നബി വയസ്സനായിട്ട് നേർച്ചിട്ട് എത്ര കൊല്ലായി? അങ്ങനെയാണോ? അല്ല. എത്രാമത്തെ വയസ്സിലാണോ ഉയർത്തുക? അതേ വയസ്സിലാണ് ഇങ്ങോട്ട് അയക്കാറുള്ളത്. കാരണം എന്താ? അവിടെ വയസ്സിലാണ് കൊന്നിട്ടത്. ആകാശം അപ്പുറം കഴിഞ്ഞാലും പ്രായത്തിന് കണക്കില്ല. ഇവിടെയാണ് 24 മണിക്കൂർ. അള്ളാന്റെ രോഗം എന്തായിരിക്കും? മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അസ്ഹാബിന് വേണ്ടി നിർത്തും. സുബ്ഹാനല്ലാഹ്.
ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഈസാ നബി അലൈഹിസ്സലാം നിന്ന് ക്ഷീണിതനായി അവസാനം അവിടുത്തെ കാലുമുട്ടിൽ ഇരുന്നു പോകുന്ന, അള്ളാഹിന്റെ മുന്നിൽ കാലിന്റെ മുട്ടിൽ ഇരുന്നിട്ട് വിറച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആരെ കുറിച്ച്? ആരാണ്? സാധാരണ മനുഷ്യനാണോ? അള്ളാഹു അവന്റെ പ്രത്യേകമായ കുതിരത്ത് കൊണ്ട് പടച്ച റൂഹുല്ലാഹ് എന്ന പേരുള്ള സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ അവസ്ഥയാണെങ്കിൽ നമ്മൾ അവിടെ ഹിസാബിൽ പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്ത് പറയുന്നത്? എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാൻ എന്തെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഇടപെടുന്ന ഒരു നേതാവുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഹിസാബില്ലാതെ ചോദ്യത്തിന് നിൽക്കാതെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് ഒരുപാട് അവിടുത്തെ അനുയായികള്, അവിടുത്തെ മുഹിബ്ബീങ്ങള്, അവിടുത്തെ ആശിഖീങ്ങള് ഹബീബായ തങ്ങള് സ്വർഗത്തിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള ഒരു പവർ കൊടുക്കപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ശഫാഅത്തിന്റെ രണ്ടാമത്തെ. അതെല്ലാവരും കിട്ടൂല. ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ ആ സ്നേഹത്തിന് പാത്രരായ ആളുകൾക്ക് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഖുതുബയുടെ ഇടയിൽ പറഞ്ഞു, ഒരു സ്വഹാബി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയേ? ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചു, എന്തോടോ നിനക്ക് ഇത്ര നിനക്ക് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കാൻ എന്താ നിനക്ക് ഇത്തരം ധൃതി? ആ ഖിയാമത്ത് നാളിന് വേണ്ടി എന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ? എന്നെ ചോദിക്കാനും വാഹനമല്ല, ചോദിക്കുമ്പോൾ വേണ്ട എന്തെങ്കിലും കയ്യിലുണ്ടാക്കിയല്ലോ ചോദിക്കല്. എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സ്വഹാബിയോട് ചോദിച്ചപ്പോ ഹബീബായ തങ്ങളോട് ആ സ്വഹാബിയുടെ മറുപടി, യാ റസൂലല്ലാഹ്, ഓ നബിയേ, മാ അഅദത്തു ലഹാ മിൻ കതീരി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ. നബിയെ, ആ ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് ഞാൻ ധാരാളം നിസ്കരിച്ചവനല്ല നബിയെ, ധാരാളം നോമ്പ് നോക്കിയവനല്ല നബിയെ, ധാരാളമായി ദാനധർമ്മങ്ങൾ കൊടുത്തവരും അല്ല നബിയെ. എന്റെ നിസ്കാരം കുറവാണ്, നോമ്പ് കുറവാണ്, സദഖ കുറവാണ്. പക്ഷേ ആ സ്വഹാബി ഹബീബായ തങ്ങളുടെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല. എന്നാൽ നബിയെ, ഞാൻ ചെയ്ത വലിയൊരു നല്ലൊരു പ്രവർത്തനമുണ്ട്. എന്താ? ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന നബിയെ, അള്ളാഹിനെ മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലായ നിങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്ന നബിയെ. ആ മഹബത്ത് മാത്രമല്ലാതെ എന്റെ കയ്യിൽ വേറൊന്നില്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മുടെ മഖ്ബൂസ് മൗലിദിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ മാലി ശിവാ റബ്ബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബി ഫദ്ലി ജൂദിക അസ്അദി. ഓ നബിയെ, എനിക്ക് നിങ്ങളോടുള്ള മഹബത്തല്ലാതെ അള്ളാഹുവിന്റെ അടുത്ത് എത്തിച്ചേരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ആരാ? സൈനുദ്ദീൻ മഖ്ദൂം മഖ്ബൂസ് മൗലിദിന്റെ രചയിതാവാണ്. അയാൾ പറയാണ്, പറഞ്ഞ നബിയെ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാധ്യമമായി, ഒരു വഴിയായി, ഒരു ഒരുക്കമായി എന്റെ കയ്യിലുള്ളത് ഉപ്പ് മാത്രമാണ് നബിയെ. അതുകൊണ്ട് ഓ നബിയെ, നിങ്ങളുടെ ആ ചൂടാകുന്ന ധർമ്മമാകുന്ന ആ ഒരു കൊണ്ട്, ഔദാര്യം കൊണ്ട് എന്നെ നിങ്ങളൊന്ന് സ്വീകരിക്കണേ നബിയെ. എനിക്കൊന്ന് നിങ്ങൾ കൊടം ചെയ്യണേ നബിയെ. മഹാന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, എല്ലാ മഹാന്മാരും അവർ പറഞ്ഞത് അവരുടെ ഇബാദത്തിന്റെ കാര്യമൊന്നുമല്ല. ഖുർആൻ ധാരാളം വലിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്. ഓ നബിയെ, നിങ്ങളെ അവരെ ഒരിക്കലും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരമക്കൾ എനിക്ക് ഭയങ്കര ജീവനാണ്. തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം തങ്ങളാണ്. ആ തങ്ങൾ പറയാണ്, എനിക്ക് തങ്ങളും തങ്ങൾ കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ. ഈ സ്വാമി എന്ന് പറഞ്ഞ് എന്നിൽ എന്തില്ല, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അഭിമാനം ഞങ്ങൾ എന്താ പറഞ്ഞാൽ അയാളോട് പറഞ്ഞു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോടൊപ്പം ആയിരിക്കുന്ന നീ സ്വർഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹ്. ഇത് കേട്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ ഇടയിൽ ജീവിച്ച വലിയ മഹാനാണ്. റസൂലുള്ളാഹി ഞങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത മഹാനാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വാക്ക് കേൾക്കുമ്പോ സ്വഹാബത്ത് സന്തോഷിച്ചതുപോലെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ സന്തോഷിച്ച മറ്റൊരു നിമിഷം എനിക്കറിയില്ല. എല്ലാ സ്വഹാബത്തിനും റസൂലുള്ളാഹി ജീവനാണ്, എല്ലാ സ്വഹാബത്തിനും റസൂലുള്ളാഹി ജീവനാണ്. അപ്പൊ ആ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ആയിരിക്കുമല്ലോ നാളെ സ്വർഗത്തിൽ എന്ന് അറിയിക്കുന്ന ആ വാക്ക് പറഞ്ഞപ്പോ സ്വഹാബത്ത് മുഴുവനും സന്തോഷിച്ചു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി.
അപ്പൊ ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ച ആളുകൾക്ക് റസൂലുള്ളാഹി തങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഓഫറാണ് ഹിസാബിൽ നിർത്താതെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യത്തിൽ വിട്ടുകൊടുക്കാതെ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. ഇതാണ് രണ്ടാമത്തെ സമ്പാദം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഹിസാബില്ലാതെ സ്വർഗത്തിൽ എത്തിപ്പെടണം. അപ്പൊ പടച്ചറന്റെ ഹബീബായ തങ്ങള് സഹാബത്ത് സ്നേഹിച്ചതുപോലെ ഷാഫി ഇമാം, അബൂ ഹനീഫ തങ്ങൾ, അതുപോലെയുള്ള മാലിക് ഇമാം, അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള മഹാന്മാരൊക്കെയും സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. പടച്ചവൻ ഞങ്ങൾ ഈ ആഖിർ സമാനിന്റെ എല്ലാ രൂപത്തിലുള്ള ും മറ്റും കലർന്നു നിൽക്കുന്ന ഒരു ജീവിതം, ഒരു കാലത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാലും അതിന്റെ ഇടയിൽ ഇതുപോലെ ഹബീബായ ഞങ്ങളെ സ്നേഹിച്ച് പള്ളിയിൽ വരുന്നു, ഹബീബായ ഞങ്ങളെ സ്നേഹിച്ച് നമുക്ക് പറ്റുന്ന പോലെ സുന്നത്തുകൾ നാം ചെയ്യുന്നു, ഹബീബായ ഞങ്ങളുടെ ആ വാക്കുകൾ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുന്നു. അതിന്റെ കാരണം കൊണ്ട് അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നിർബന്ധമാക്കണേ അല്ലാഹ്. ഹിസാബിനെ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലെത്തിപ്പെടുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. കുറച്ചോലെ നീ ഉൾപ്പെടുത്തണേ. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തവരാണ്. ആരൊക്കെ ഞങ്ങളുമായി സദസ്സിലുള്ളവരുമായി എന്തൊക്കെ മുറാദുകൾ പറഞ്ഞത് ആരക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ ആലിമുൽ ഗൈബായ അല്ലാഹ് നിനക്കറിയാം അവരുടെ മുറാദ്. അത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും എല്ലാം അവരിലും ഞങ്ങളിലും നീ നിലനിർത്തി തരണേ റബ്ബേ. പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. പടച്ചവനെ, എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ, എത്രയോ യുവാക്കൾ, എത്രയോ മോഹിനിയങ്ങൾ, ചെറിയ ചെറിയ മക്കളടക്കം പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ആ ഹൃദയത്തിൽ ഓൾസിണ്ട് എന്ന് പറഞ്ഞിട്ട് ബേജാറോട് ആ കുട്ടിക്കുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ. പടച്ചവനെ, ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും പ്രയാസം ഏൽപ്പിച്ചത് നീയാണെങ്കിൽ ആ പ്രയാസം മാറ്റേണ്ടതും നീയാണ്. നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയ ഈ സദസ്സിന്റെ ഉറുമത്തുകൊണ്ട് രോഗങ്ങൾ മുഴുവൻ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം നൽകുക, ആഫിയത്ത് നൽകുക. ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നമ്മുടെ ബാധ്യതകളും കടങ്ങളും എല്ലാം വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തോടു കൂടിയുള്ള ദീർഘ ആയുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ നാട്ടിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ രൂപത്തിലുള്ള മദ്ഹുകളെ കൊണ്ട് ഹബീബിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ നാടിവിടെ ധന്യമാവുമ്പോ ആ നല്ല നല്ല ദിവസത്തിന് വേണ്ടിയിട്ട് റബ്ബേ മനസ്സറിഞ്ഞ് ഓടി നടന്നവരും കഷ്ടപ്പെട്ടവരും സഹായിച്ചവരും സഹകരിച്ചവരുമായ നല്ലവരായ ഇവിടുത്തെ ഹബീബായ തങ്ങളുടെ ആശിഖീങ്ങളും മുഹിദ്ദീങ്ങളുമായ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും റബ്ബേ, ചെറിയ സഹായമാണെങ്കിലും വലിയ സഹായമാണെങ്കിലും അല്ലാഹ്, ചെറിയ കഷ്ടപ്പാടും വലിയ കഷ്ടപ്പാടും അനുഭവിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ മദദ് കൊണ്ട് അവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ മുറാദുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കൈകാലുകൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മനസ്സിന്റെ ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലം ഹബീബായ തങ്ങളുടെ വഴിയിൽ കടന്നു വരുമ്പോ അതിനെ സ്വീകരിക്കാനും അതിനു വേണ്ടി ഓടി നടക്കാനും കഷ്ടപ്പെടാനും മദദ് പറയാനും സ്വലാത്ത് ചൊല്ലാനും മൗലിദ് ഓതാനും ഹബീബ് വരുത്തപ്പെടുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഞങ്ങളുടെ അല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട ഓടി നടന്ന അതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച അവരുടെ കുടുംബങ്ങളും അവരുടെ സ്നേഹിതന്മാർ അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെയും അവരുടെയും കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പള്ളിയുടെയും പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിലായി കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവിന്റെ മരിച്ചുപോയ മക്കളടക്കമുള്ള പലരും അവർക്കെല്ലാം പടച്ചവനെ മഗ്ഫിറത്തും മർഹമത്തും അവരോട് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കണേ ബിഹബ്ബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഗ്ഹിത്നി വഅജ്റുനി യാ മുജീറു മിനാ സഈരി യാ ഗിയാഥി യാ മലാലി യാ റസൂലല്ലാഹ് ഫീ മുലിമ്മാതിൽ ഉമൂരി യാ ഹബീബല്ലാഹ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, യാ റസൂലല്ലാഹ് സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ ഹബീബല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ,
نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم على محمد صلى الله عليه وسلم صلى الله